ഇരിക്കൂ. അങ്കിൾ ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ പോരാ. മധു ധാരാളം വായിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. വായന മാത്രമല്ല, കുറച്ച് എഴുത്തിന്റെ അസുഖം കൂടെ ഉള്ള കൂട്ടത്തില. കൊള്ളാമല്ലോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെങ്കിൽ ഡാഡിയും മമ്മിയും പുറത്തു പോയിരിക്കാം. മധുവിന്റെ കവിതകൾ കൊള്ളാമല്ലോ. ഇതൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ പ്രൊഫഷണലി ഐ എം എ ഹോർട്ടിക്കൾച്ചറിസ്റ്റ്. അല്ലെങ്കിലും കവിത എഴുത്ത് ഒരു തൊഴിലല്ല, കവി ജനിക്കുകയാണ്. മറ്റു തൊഴിലുകളുള്ള എത്രയോ പേർ കവിത എഴുതുന്നു. എഴുതുന്നത് പബ്ലിഷ് ചെയ്താൽ മാത്രമല്ലേ മറ്റുള്ളവർക്ക് വായിക്കാനുള്ള അവസരങ്ങൾ കിട്ടൂ. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ അത്. എഴുതി കഴിഞ്ഞ ഒരു 10 പ്രാവശ്യമെങ്കിലും എന്നെ വായിച്ചു കേൾപ്പിക്കും. ഓ, നിനക്കെന്തറിയാം മലയാള കവിതയെ പറ്റി? അങ്ങനൊന്നുമല്ല. ആസ്വദിക്കാനും വിമർശിക്കാനും വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഒരു വായനക്കാരിയും ഒരു വിമർശകയും മാത്രം പോരല്ലോ. ലഞ്ചും കൂടെ കഴിഞ്ഞിട്ട് പുറപ്പെട്ട പോരെ? അത് വേണ്ട മധു, ഇന്നൊരിക്കലാവാം. അയ്യോ, അത് പറ്റില്ലെങ്കിൽ. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സിസ്റ്റർ മാരി ചെയ്യാൻ പോകുന്ന പുള്ളിയും അങ്ങേരുടെ അച്ഛനും മറ്റും ഇന്നിവിടെ ലഞ്ചിന് വരുന്നുണ്ട്. അങ്കിൾ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഡാഡിക്കും മമ്മിക്കും അത് വളരെ സന്തോഷമായിരിക്കും. പിന്നെ അങ്കിളിനും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. ഗീതയുടെ വുഡ്ബി എന്ത് ചെയ്യുന്നു? പുള്ളി സ്റ്റേറ്റ്സിലാ. ഇപ്പൊ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് പുള്ളിയുടെ അച്ഛൻ അവരുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുക. ഇവിടെ എല്ലാവരും ഉള്ള നിലയ്ക്ക് ജസ്റ്റ് എ വിസിറ്റ്. എന്തായാലും മധുവിന് ആഗ്രഹം നടക്കട്ടെ, അല്ലേ മോളെ? നമ്മൾ മുമ്പേ അടുക്കേണ്ടവരായിരുന്നു. ഇവളെ കാണാൻ ഇവിടെ വന്ന് വല്ല ഹോട്ടൽ മുറിയിലും കുത്തിയിരിക്കുന്ന സമയം എനിക്ക് മധുവിനോട് ചെലവഴിക്കാമായിരുന്നു. വായിക്കാൻ വേറെന്തെങ്കിലും വേണോ അങ്കിൾ? വരട്ടെ, ആദ്യം മധുവിന്റെ കവിതകൾ തന്നെ വായിക്കട്ടെ. വേണമെങ്കിൽ അകത്ത് റെസ്റ്റ് എടുക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഉഷയ്ക്ക് കൊണ്ടുപോകാൻ കുറച്ച് റോസ് കട്ടിങ്സും ഓർക്കിഡ്സും സെലക്ട് ചെയ്യണം. എനിക്ക് ഗാർഡൻ വരെ ഒന്ന് പോകണം. അങ്കിൾ വരുന്നുണ്ടോ? ഞാനില്ല, നിങ്ങൾ പോയിട്ട് വരൂ. ഓക്കെ അങ്കിൾ. ഡാഡി, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സ്പ്രേ പണിയാച്ച നേരത്തേക്ക് പണിയ സർ. ചായ എടുത്തിട്ട്. ആ, പറഞ്ഞോളൂ. ഏതൊക്കെ ഉഷയ്ക്ക് വേണ്ടത്?
എനിക്ക് ഇവിടെ ഉള്ളതെല്ലാം ഉണ്ടാക്കൊള്ളാന്നുണ്ട്. എന്താ വഴി? എല്ലാം ഉം. ഇൻക്ലൂഡിങ് നീ. എന്താ വരില്ലേ? അതിനേക്കാൾ നല്ലത് ആവുന്നത്ര വേഗം ഉഷ ഇങ്ങോട്ട് വരാനുള്ള വഴി നോക്കല്ലേ. ചെന്ന ഉടനെ തന്നെ മധു പറഞ്ഞ മാതിരി ഡാഡിയോടത് എങ്ങനെ പറയാന്ന് എനിക്കൊരു രൂപവുമില്ല. ഏകദേശ രൂപമൊക്കെ ഇപ്പൊ ഡാഡി കിട്ടി കാണും. അതിനുവേണ്ടിയാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയത്. ഉഷയുടെ ഡാഡി വളരെ വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇതിനൊരു തടസ്സമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നിമിഷങ്ങൾ തന്നെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം നമുക്ക് വിട്ടു തന്നതല്ലേ. എന്റെ ഡാഡിയും മമ്മിയും ഉഷയുടെ കാര്യത്തിൽ എതിര് പറയില്ല. അവർക്ക് നല്ല കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയാവണം, അത്രേ ഉള്ളൂ. നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ഒരു ദിവസം പോലും കാണാതിരുന്നിട്ടില്ല. ഇപ്പോ ഉഷ ഡാഡിയുടെ കൂടെ നാട്ടിലേക്ക് പോവാണെന്ന് ഓർക്കുമ്പോ എന്തിനാ മധു ഇത്ര ഇമോഷണൽ ആവുന്നേ? നമ്മൾ പിരിയാൻ പോവുകയല്ലല്ലോ. ഡാഡിയുടെ കൂടെ ഒന്ന് വീട്ടിൽ പോണു. നമ്മുടെ കാര്യത്തിൽ ഒരു നിലയ്ക്ക് ഒരു തടസ്സം ഉണ്ടാവുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ കുറച്ച് സമയമെടുക്കും. ചെന്ന ഉടനെ ഇത് പറയുകയും കല്യാണം കഴിക്കുകയും ഇങ്ങോട്ട് പോരുകയും ചെയ്താൽ ഡാഡിയുടെ നില കൂടി നമ്മളൊന്ന് ആലോചിക്കണ്ടേ? അങ്കിൾ എപ്പോ വന്നു? ഉഷയുടെ ഡാഡി? ഇതാണ് ഉഷയുടെ ഡാഡി. ഹലോ, ഐ എം രാജശേഖരൻ നായർ. മിസ്സസ് രാജശേഖരൻ നായർ. നമസ്കാരം. ഞാൻ രവീന്ദ്രമേനോൻ. അറിയാം, ഇരിക്കൂ. കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഗീത എപ്പോഴും പറയാറുണ്ട്. ഉഷ എവിടെ അങ്കിൾ? മധുവിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. റോസ് കട്ടിങ്സോ ഓർക്കിഡ്സോ എന്തൊക്കെയോ കളക്ട് ചെയ്യാൻ. എന്റെ മകന് 2 ഡിസ്ക്വാളിഫിക്കേഷൻസേ ഉള്ളൂ. ഹോർട്ടിക്കൾച്ചറും കവിതയും. രണ്ടും കാലണയ്ക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്. വേസ്റ്റിംഗ് പ്രഷ്യസ് ടൈം. മിസ്റ്റർ മേനോന്റെ മകൾക്കും ഇതിന്റെയൊക്കെ സ്വല്പം അസുഖമുണ്ട് അല്ലേ? ഞാനിവിടെ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണറുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് പോയിരിക്കുകയായിരുന്നു. ഞാൻ വരുമ്പോഴൊക്കെ വിളിക്കും. എനിക്ക് എവിടെ ഇതിനൊക്കെ സമയം കിട്ടുക? ബൈ ദ ബൈ, ഞാൻ മിസ്റ്റർ മേനോനെ നേരിട്ടൊന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഗീതയ്ക്ക് ഉഷയെന്ന് പറഞ്ഞാൽ ജീവനാ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. എനിക്ക് എന്റെ വേറൊരു മോളെ പോലെയാ ഉഷ. അതെ അതെ, ഉഷയും മധുവും തമ്മിലുള്ള ഒരു ഇരിപ്പ് മേനോന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അവൻ അതിനെപ്പറ്റി ഇന്ന് വരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനെ കണ്ടാ വിറയ്ക്കുന്ന മോൻ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാ പറയാ മേനോൻ? ഇനിയിപ്പോ കൂടുതലൊന്നും പറയണ്ട. ഉഷയെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഉഷയേക്കാൾ മേനോനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. മേനോനെ പറ്റി കേട്ടറിഞ്ഞിടത്തോളം നിങ്ങളുടെ തറവാടുമായുള്ള ഒരു ബന്ധം എന്തുകൊണ്ടും ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ്. നോക്കൂ മിസ്റ്റർ മേനോൻ, ഇവളെ മാരേജ് ചെയ്യാൻ പോകുന്ന ആരാണെന്നറിയാമോ? ഹീസ് ഫ്രം എ റോയൽ ഫാമിലി. ഇന്നിവിടെ വരും. അദ്ദേഹവും വരുന്നുണ്ട്, പയ്യന്റെ അച്ഛൻ. മേനോൻ ഇന്ന് വന്നത് നന്നായി. അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാമല്ലോ. ഉഷ, ഹായ്. ഹായ്. ഇപ്പൊ നമ്മുടെ ഒന്നും ആവശ്യമില്ലാണ്ടായില്ലേ? ബിസിനസ് നേരിട്ടായി. അല്ല, ഞാൻ ഉഷയ്ക്ക് കുറച്ച് ഓർക്കിഡ്സ്. ആ, മനസ്സിലായി. പിന്നെ ഉഷ, മധു അങ്ങോട്ട് ചെല്ല്. മിസ്റ്റർ രാജശേഖരൻ നായർ മിസ്റ്റർ രവീന്ദ്ര മേനോനെ. അല്ല, ഞങ്ങളുടെ കാര്യം വല്ലതും ചർച്ചാവശ്യമായിട്ടുണ്ടോ? മിസ്റ്റർ രാജശേഖർ അദ്ദേഹത്തിന് വിരോധത്തിന് വഴിയൊന്നുമില്ലല്ലോ? വിരോധമൊന്നുമില്ല, പക്ഷേ മകളെക്കാളും ഇഷ്ടപ്പെട്ടത് അച്ഛനെയാണെന്ന് മാത്രം. അതിൽ അതിശയിക്കാനൊന്നുമില്ല. അങ്ങനെ വരാനേ വഴിയുള്ളൂ. നമ്മുടെ അല്ലേ അച്ഛൻ. അങ്കിളിന്റെ തറവാട്ട് മഹിമയിൽ പുള്ളി ആകർഷണായിരിക്കാണ്. പേടിക്കാനൊന്നുമില്ല. മധു അങ്ങോട്ട് ചെല്ല്. മധു പ്ലീസ്. ഉം. താനെവിടെ പോവാ? ഇങ്ങോട്ട് വാ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മിസ്റ്റർ മേനോൻ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തറവാട്ട് മഹിമ എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്. മേനോന്റെ അഭിപ്രായം എന്താ? മിസ്റ്റർ രാജശേഖരൻ നായർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞാൻ മനുഷ്യനിൽ വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ്
മിസ്റ്റർ മേനോൻ എവിടുന്ന വിവാഹം കഴിച്ചിരിക്കുന്നത്? ഞാൻ അവിടെ അടുത്തു തന്നെയാ. അല്ല, ആ വക ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിക്കുന്നതേ ഉള്ളൂ. വീട്ടുപേരെന്തെന്ന് പറയും? അങ്ങനെ പറഞ്ഞാൽ അറിയാൻ അത്ര പ്രസിദ്ധിയുള്ള തറവാടൊന്നുമല്ല. അതെന്താ അങ്ങനെ സംഭവിച്ചത്? വല്ല റൊമാൻസോ മറ്റോ ആയിരുന്നോ? മിസ്റ്റർ മേനോൻ, ഞാനൊരു ചെറിയ സ്വകാര്യം പറയാം. പോടാകത്ത്. ഞങ്ങളുടേതും സംവാട്ടൊരു പ്രേമവിവാഹമായിരുന്നു. ബട്ട് ഷീ ബിലോങ്സ് ടു എ വെരി ഗുഡ് തറവാട്. മേനോൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു. എന്താ മധുവിനൊരു സമാധാനക്കേട്? അവിടെ ഹെറിഡിറ്ററിയെ കുറിച്ചും തറവാട്ടു മഹിമയെ കുറിച്ചും വലിയ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ബോറടിച്ചപ്പോ ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. അല്ല, അങ്കിളിന് അപകടവും സംഭവിച്ചിട്ടില്ലല്ലോ? ഇതുവരെ ഇല്ല. പക്ഷേ നീ ഇത് കുറെ സഹിക്കേണ്ടി വരും. പക്ഷേ ഒരു സമാധാനമുണ്ട്, നിങ്ങൾ ഇവിടെ ആയതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വന്നു പെടും. അതുവഴി വരികയാണെങ്കിൽ വീട്ടിലൊക്കെ ഒന്ന് കയറണം. എനിക്ക് എവിടെയാ സമയം മിസ്റ്റർ മേനോൻ? ഇവിടം വരെ വരുന്ന നിലയ്ക്ക് ഗുരുവായൂരൊക്കെ ഒന്ന് പോകണമെന്ന് മിസ്സിസ് എപ്പോഴും പറയും. പക്ഷെ എനിക്ക് ഇവിടെ എത്തിയാൽ തിരിച്ച് ബാംഗ്ലൂർ എത്തുന്നത് വരെ ഒരു സമാധാനവുമില്ല. പേഴ്സണൽ അറ്റൻഷൻ ഇല്ലെങ്കിൽ ഒന്നും ശരിക്കും നടക്കില്ല. എന്ത് സമയമില്ലെങ്കിലും മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ ഊട്ടിയിൽ വരും. അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ കൺട്രോൾ വിട്ടുപോകും. ഹലോ, വന്നാട്ടെ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ ബോയ്, കം കം. ഇതാണ് ഞാൻ പറഞ്ഞ ഗോദവർമ്മരാജ. നമസ്കാരം. ഇത് മിസ്റ്റർ രവീന്ദ്ര മേനോൻ. ഇത് മിസ്റ്റർ വിജയൻ, ഇദ്ദേഹത്തിന്റെ മകൻ. നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചാ? കണ്ടു കാണാൻ വഴിയില്ല. ഇത് മിസ്റ്റർ മേനോന്റെ മകൾ ഉഷ. പേരെന്താ പറഞ്ഞത്? ഉഷ. ഓ, ഉഷ 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 ഉഷ. മോളിക്ക് വാ. ഹൗ ആർ യു? ഫൈൻ അങ്കിൾ. പോ. കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. ഇതാ മോളെ ഹനുമാൻ. മോളുടെ പേരെന്താ? മോളുടെ പേര് അറിയില്ലേ? അറിയാം, എന്നാലും മോളൊന്ന് പറയട്ടെ. പറ മോളെ. ഉഷ. അകത്തേക്ക് വാ മോളെ. അമ്മയുടെ മുത്തച്ഛനാ. അച്ഛനാ? എന്താണോ അമ്മ താൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണേ? ഉഷമോളുടെ പെട്ടി സാധനങ്ങളും മോൾക്ക് ഒരുക്കി വെച്ച മുറി കൊണ്ട് വെക്കുക. അതാണ് മോളെ എന്റെ അമ്മ.
അമ്മ മരിക്കുന്നതിന് മുമ്പ് മോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്നും എന്റെ കാര്യത്തിൽ വേദനയായിരുന്നു. ജീവിതത്തിൽ എനിക്കെടുക്കേണ്ടി വന്ന പല തീരുമാനങ്ങളും അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് ഏറെ വേദനിച്ചത് ഞാനായിരുന്നു. ആ അവസ്ഥയിൽ മോളെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ മോളും വേദനിക്കുമായിരുന്നു. വാ മോളെ, മുറിയിലേക്ക് പോ. നാണയരെ, ഏതാ ഈ കുട്ടി? കുഴിച്ചുള്ള വെള്ളം ചൂടാക്കിയിട്ടുണ്ടല്ലോ, ഉവ്വ്. പച്ചവെള്ളം കോരി വെച്ചിട്ടുണ്ടല്ലോ. ഉവ്വ്. നേരെ ഇരുട്ടായി. താൻ വീട്ടിലേക്ക് പോകണില്ലോ അമ്മേ? ഉവ്വ്. എന്നാ പോവാൻ നോക്ക്. മോക്ക് വീടൊക്കെ ഇഷ്ടായോ? Fantastic, Daddy. This is totally new to me. പക്ഷേ ഡാഡി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കുന്നേ? ഇനിയുള്ള കാലം മോളുണ്ടാവുമല്ലോ ഡാഡിക്ക് കൂട്ടായിട്ട്. അത് മതി. ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചതിന്റെ വേദന മുഴുവൻ തീരും. ഇനി ലോകത്തിൽ ഡാഡിക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാൻ മോള് മാത്രമേ ഉള്ളൂ. മോള് കുളിക്കാൻ നോക്ക്. ഡാഡി ഒന്ന് മേലെ കയറിയിട്ട് വരാം.